السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطرق. ونحن اليوم في الدرس 91 من سلسلة فهم القرآن. ഖുർആൻ على أيسر الطريق. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ 91ാമത്തെ യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. സൂറത്ത് നാസിആത്തിന്റെ ആരംഭവും അതേപോലെ 2 ക്രിയകളുമാണ് ഇന്ന് പഠിക്കുന്നത്. ലാമത്തെ അലിയിലെ തഅഖീബ് ഇതൊക്കെ നമുക്ക് പിന്നീട് ഗ്രാമർ ക്ലാസ്, സ്പെഷ്യൽ ക്ലാസ്, റിവിഷൻ അതോടൊപ്പം നടത്താം. ഇന്ന് നമ്മുടെ ക്ലാസ് തീരെയാണ്, അതായത് നമ്മുടെ പ്ലാറ്റിനത്തിന് വേണ്ടിയുള്ള ക്ലാസ് ഇന്ന് തീരും. അടുത്ത പ്രാവശ്യം പിന്നെ കുറച്ച് ഗ്രാമറും പിന്നെ റിവിഷനുമാണ് നടത്തേണ്ടത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ പരീക്ഷ വരും. പരീക്ഷ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ആയിരിക്കും നിങ്ങളുടെ പരീക്ഷ വരും. ഡേറ്റ് ഞാൻ അറിയിക്കാം. അപ്പോൾ സൂറത്ത് നാസിആത്ത് നോക്കാം. അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നാസിആതി ഗർഖാ വന്നാശിതാതി നശ്താ വസ്സാബിഹാതി സബ്ഹാ ഫസ്സാബിഖാതി സബ്ഖാ ഫൽമുദബ്ബിറാതി അംറാ യൗമ തർജുഫുർ റാജിഫ തത്ബഉഹാ റാജിഫ قلوب يومئذ واجفة أبصارها خاشعة. അങ്ങനെ 9 ചെറിയ സൂക്തങ്ങളാണ് ഇതിൽ ഉള്ളത്. കേട്ടപ്പോൾ എന്ത് തോന്നുന്നു? ഇതില് നോക്കേണ്ടത്, പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നോക്കേണ്ടത് പരിചയമുള്ള പദങ്ങൾ ഏതെല്ലാം. പരിചയമുള്ള പദങ്ങളെ ഉറപ്പാക്കി മനസ്സിലാക്കിയാൽ പരിചയമില്ലാത്തവരെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഇന്നിപ്പോ നമ്മൾ ഒരു വിദേശത്തെ കല്യാണത്തിന് പോയവരായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സ്വദേശത്തെ കല്യാണത്തിന് പോയതുപോലെ. അവിടെ പരിചയമുള്ളവർ കൂടുതലും പരിചയമില്ലാത്തവർ കുറവുമാണ്. ഇവിടെ വിദേശത്തെ കല്യാണത്തിന് പോയതുകൊണ്ട് പരിചയം ഉള്ളവര് കുറവും പരിചയമില്ലാത്തവര് കൂടുതലും. എങ്കിലും നമുക്ക് അവരെ പരിചയപ്പെടണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ. നോക്കണം. വന്നാസിആതി ഗർഖൻ വന്നാശിതാതി നശ്തൻ വസ്സാബിഹാതി സബ്ഹൻ വസ്സാബിഖാതി സബ്ഖൻ. സാബിഖാത്ത് പഠിച്ചിട്ടുണ്ടോ? സാബിഖാത്ത്, സബഖ, സബഖ മുൻകടന്നു. അതിൽ നമുക്ക് എന്ത് ചെയ്യണം? സാബിഖാത്തിനുള്ള സബഖയുടെ എന്താണ് സാബിഖാത്ത്? സബഖയുടെ എന്താണ്? സബഖയുടെ ാവിന്റെ രൂപം സാബിഖുൻ, അതിന്റെ സ്ത്രീലിംഗമാണ്. സാബിഖത്തുൻ, അതിന്റെ ബഹുവചനമാണ് സാബിഖാത്ത്. അപ്പൊ മുൻകടക്കുന്നവർ അല്ലെങ്കിൽ മുൻകടക്കുന്ന പെണ്ണുങ്ങൾ എന്നാണ് പദത്തിന്റെ അർത്ഥം. പിന്നെ മുദബ്ബിറാതി അംറൻ, അതിലെന്തറിയാം? അമ്ര അറിയാം. എന്താ അർത്ഥം അമ്ര? തനസ്സൽ മലായികതു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ. കൽപ്പന, കാര്യം. കുല്ലി അംർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുല്ലി അംർ, എല്ലാ കാര്യം. ഇവിടെ അതാണ് കാര്യം. മുദബ്ബിറാതി അംറ. പിന്നെ യൗമ തർജുഫുർ റാജിഫ, യൗമ ദിവസം. തത്ബഉഹാ റാജിഫ,
എത്തുബാഴ് അറിയാമോ? ഇല്ല. തബിയ പിൻപറ്റി. ഇത്തബയും പിൻപറ്റി, തബിയായും പിൻപറ്റി എന്ന് തന്നെയാണ്. ഇത്തബ പിൻപറ്റിയ പഠിച്ചു. ഇത്തബയുടെ അർത്ഥം തന്നെയാണ് തബിയായും. تتبعها الرادفة فتبع يتبع هي تتبع هو يتبع هي تتبع. അവൻ പിന്തുടരുന്നു, അല്ലെങ്കിൽ അവൾ ഹുവ യത്ബഉ അവൻ പിന്തുടരുന്നു, ഹിയ തത്ബഉ അവൾ പിന്തുടരുന്നു. ഖുലൂബുൻ യൗമഇദിൻ, ഖുലൂബിന്റെ ഏകവചനം എന്താണ്? ഖൽബ്. ഖൽബ്. യൗമഇദിൻ അന്നേ ദിവസം. വജിഫ അബ്സാറുഹ, അബ്സാറിന്റെ ഏകവചനം ബസറിൻ. ബസർ. ഖാശിയത്തിന്റെ പൂർണ്ണക്രിയ ഖശിയ. എന്താ ഖാശിയത്തിന്റെ അർത്ഥം? ഭയപ്പെട്ടു. ഖശിയ ഭയപ്പെട്ടു എന്നാണ് നമ്മൾ പഠിച്ചത്. നമ്മളെ ഖശിയ പഠിച്ചില്ല. നമ്മളെ എന്താ പഠിച്ചത്? ഖൗഫയെ പഠിച്ചോളൂ. ഖാഫയെ പഠിച്ചു. ഖശിയ പഠിച്ചു. ഖശിയ പഠിച്ചു. ഖാശിയ പഠിച്ചു. ഖാശിയാണ്. അത് രണ്ടും ഭയപ്പെട്ടു. ഭയപ്പെട്ടു. അതിൽ അവസാനത്തെ അക്ഷരം എന്താ? അവസാനത്തെ അക്ഷരം എന്താ? ഇവിടെ നമ്മൾ പഠിച്ചില്ല. ഖശഅയാണ് കേട്ടോ. ഖശിയ അല്ല. ഖശഅ എന്ന വാക്ക് ഖുർആനിൽ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ? ഞാൻ ചോദിക്കാം. ഖശഅ എന്ന വാക്ക് എവിടെയെങ്കിലും കേട്ടോ? അത് തന്നെ പറയും. അല്ലല്ല, ഖാശിയത്തിന് എവിടെ ഉള്ളത്? അത് ഖാശിയാണ്. ഖാശിയല്ലേ. യായല്ലേ. അത് യായല്ലേ. ഇവിടെ യായുണ്ടോ? ഖശിയ എന്ന വാക്ക് പഠിച്ചായിരുന്നു നമ്മൾ. പഠിച്ചോ? ഓർമ്മട്ടില്ല. ഓർമ്മ പോയോ? ഖശിയ എന്നുള്ളത് എവിടെ പഠിച്ചായിട്ടൊരു ഓർമ്മ കിട്ടില്ല. ഖുശൂ, ഭയം എന്നൊക്കെ പഠിച്ചൊക്കെ ഖശിയന്നല്ലേ. ഖശിയല്ലേ. ഖുശൂ നമ്മളെവിടെ ഒന്ന് പഠിച്ചിന്. എവിടെയെന്ന് ഓർമ്മട്ടില്ല. ഖുശൂ എവിടെയൊക്കെ നമ്മൾ പറയുമ്പോൾ അവർക്ക് ഒരുപാട് ഖുശൂ ഉള്ളതാ. നിങ്ങൾ ഒരുപാട് ഖുർആൻ വായിക്കുന്നുണ്ടോ? ഇല്ലേ? ഒരു പേജ് നിത്യം നോക്കുന്നുണ്ട്. എല്ലാരും അങ്ങനെ തന്നെയാ? ഞാൻ ഇതുവരെ നോക്കി. എനിക്ക് വിട്ടുപോയ ദിവസങ്ങൾ. റമളാനിൽ എത്ര പേജ് വായിച്ചു? കൂടുതൽ പേജ് വായിച്ചത് പറഞ്ഞോ? റമളാനിലൊന്നും കഴിഞ്ഞില്ല. റമളാനിൽ കുറച്ചുണ്ട്. റമളാനില് എത്ര പേജ് വായിച്ചവരുണ്ട്? അറിയില്ല. ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളൂ. 30 പേജ് കൂടുതൽ വായിച്ചവര്? റമളാനിൽ 30 പേജ് കൂടുതൽ വായിച്ചവര്? 30 പേജൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടാ മതി. പേജൊക്കെ 30 പേജ് കൂടുതലായി. വേറെ ആരുമില്ലേ 30 പേജ് കൂടുതൽ വായിച്ച്? വേറെ ആരുണ്ട്? 30 പേജ് 30 ജുസു അല്ല. ആരുമില്ലേ? ഉണ്ടാത്തതാ ഈ വാക്ക് കിട്ടാത്തത്. വഖശഅത്തിൽ അസ്വാതു,
يومئذ يتبعون الداعي لا عوج له وخشعت الأصوات للرحمن. എന്താ ഖശഅ എന്ന് പറഞ്ഞാൽ പതിഞ്ഞതായി. അതിൽ പേടി ഉണ്ട്, പക്ഷേ പേടിയല്ല അതിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. പേടിച്ചതുകൊണ്ടാണ് പതിഞ്ഞതായി പോയത്. പേടി അതിന്റെ ഉള്ളിലുണ്ട്, പുറമെ എന്താ പതിഞ്ഞത്, താഴ്ന്നത്. അപ്പൊ അതാണ് ഖുശൂ. എന്താണ് ഭയഭക്തി എന്ന് നമ്മൾ പറയുന്നത്. ഭയം അല്ല, ഭക്തിയാണ് അതിലുള്ളത്, പതിഞ്ഞിരിക്കുന്നത്. ഖൗഫ് അല്ല, പ്രൊജക്റ്റ് ചെയ്യുന്ന എന്തല്ല, ഖൗഫ് അല്ല. എന്താണ് താഴ്മയും വിനയവുമാണ് അതിൽ പ്രൊജക്റ്റ് ചെയ്ത് മികച്ചു നിൽക്കുന്നത്. അതാണ് ഖാശിഅത്തിന്. അപ്പൊ അബ്സാറുഹ ഖാശിഅത്തിന് എന്ന് പറഞ്ഞാൽ എന്താ, ദൃഷ്ടികൾ പേടിച്ചരണ്ടതായി. അരണ്ട എന്ന് പറഞ്ഞാൽ അറിയാം, അരണ്ട വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മങ്ങിയ വെളിച്ചം. അപ്പൊ കണ്ണിങ്ങനെ തള്ളിയിട്ടല്ല ഉണ്ടാവുക, കണ്ണ് പതിഞ്ഞിട്ടാണ്. അതാണ് പേടിച്ചരണ്ടത്. അപ്പം എന്താണ്, ഭയം കൊണ്ട് താഴ്ന്നതായിരിക്കും. കണ്ണുകൾ ഭയം കൊണ്ട് താഴ്ന്നതായിരിക്കും. ഓക്കെ, അപ്പം സാബിഖാത്ത് പഠിച്ചു. സാബിഖാത്തിന്റെ പേരുമാത് എന്താണ്? സബക്കയാണ്. അപ്പൊ അതിന്റെ ക്രിയാധാതുവാണ് സബക്ക്. സാബിഖാത്ത് എന്ന് പറഞ്ഞാൽ മുൻകടക്കുന്നവ എന്ന് പറഞ്ഞാൽ മത്സരിച്ച് മുന്നേറുന്നവ. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ. അപ്പോ അത് സാബക്കയാണ്, മത്സരിച്ച് മുന്നേറുക. ഇവിടെ എന്താണ്, ഇവിടെ സബക്കയാണ്, സാബിഖാത്ത്. സാബിഖാത്ത് എന്ന കർത്താവ് രൂപം വരുമ്പോ സാബിഖ് എന്ന കർത്താവ് രൂപം വരുന്ന സബക്കയാണ്. സാബക്കയുടെ കർത്താവ് രൂപം എന്തായിരിക്കും വരിക? സാബക്ക. കർത്താവിന്റെ രൂപം മുസാബിഖൻ എന്നാണ് വരിക. ഇതെന്താണ് സാബിഖ. അപ്പോ മുന്നേറുന്നവ, സബക്കൻ മുന്നേറൽ, മുൻകടക്കുന്നവ. മുദബ്ബിറാത്തി അമ്രൻ. അമ്ര എന്താ പറഞ്ഞത്? കാര്യം. അർത്ഥം എന്താ പറഞ്ഞത്? പിൻപറ്റി, പിന്തുടർന്നു. ഖുലൂബിന്റെ ഏകവചനം അബ്സാറുഹ ഖാശിഅത്ത്. അപ്പൊ അബ്സാറുഹ ഖാശിഅത്ത് എന്തായിരുന്നു അർത്ഥം പറഞ്ഞത്? കണ്ണുകൾ പേടിച്ചരണ്ടതായിരുന്നു. നമുക്ക് അതിന്റെ 1 by 1 ആയിട്ട് മീനിങ് നോക്കാം. നാസിആത്തി. നസഅ എന്ന് പറഞ്ഞാൽ എന്താ? നസഅ ഊരിയെടുത്തു. നസഅ പുതിയ വാക്കാണല്ലോ. പുതിയ വാക്കാണ്. നസഅ ഊരിയെടുത്തു. നസഅ യൻസിഉ. യൻസിഉ ഊരിയെടുക്കുന്നു. യൻസിഉ. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ഖുർആൻ വായിച്ചാൽ നസഅ യൻസിഉ എന്ന വാക്ക് കിട്ടും നമുക്ക്, കേട്ടോ. ശ്രദ്ധിച്ച് വായിച്ചാൽ കിട്ടും. യൻസിഉ അൻഹുമ ലിബാസഹുമ എന്നൊക്കെ വന്നിട്ടുണ്ട്. ഇബ്ലീസ് എന്ത് ചെയ്തു? അവരുടെ രണ്ടുപേരുടെയും തുണി ഉരിഞ്ഞു കളഞ്ഞു. എന്നാണ് അവർക്ക് നാണം ബോധ്യപ്പെട്ടത്. അപ്പോ തുണി ഉരിഞ്ഞു കളയുക എന്നത് എന്താണ്? ഇബ്ലീസിന്റെ പണിയാണ്. അതാണ് ഇപ്പൊ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ നാണം മറയ്ക്കണം, ശരീരം മറയ്ക്കണമെന്ന അവകാശം, അതിനു വേണ്ടി, അങ്ങനെയുള്ള അവകാശത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കും. ശരീരം മറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി വാദിച്ചിട്ടുണ്ട്. ഇപ്പൊ ശരീരം തുറന്നിടാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് വാദിച്ചിട്ടുണ്ട്. അപ്പൊ ആ വാക്ക് നമ്മള് വായിച്ചാൽ കിട്ടും. അതിൽ നിന്നാണ് നസഅ എന്ന വാക്ക്. ചില പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ചില ഉദാഹരണങ്ങളിലൂടെ പഠിക്കുമ്പോൾ ആ വാക്ക് നമുക്ക് മറക്കാതെ. നാസിആത്ത് എന്ന സൂറത്തിന്റെ പേര് പഠിക്കുമ്പോൾ നസഅ യൻസിഉ എന്ന വാക്ക് ഖുർആനിൽ വേറെ ഉപയോഗിച്ചിട്ടുണ്ട്.
ഓക്കെ. അപ്പോ നാസിആത്ത് എന്ന് പറയുമ്പോൾ നാസിഅൻ ഊരിയെടുക്കുന്നവൻ, അതിന്റെ സ്ത്രീലിംഗം നാസിആത്തിൻ, അതിന്റെ ബഹുജനമാണ് നാസിആത്ത്, ഊരിയെടുക്കുന്നവ. എങ്ങനെ ഊരിയെടുക്കുന്നവ? ഗർഖൻ. ഗർഖൻ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ ഊരിയെടുക്കൽ എന്നാണ്. അങ്ങേ അറ്റത്തെ ഊരിയെടുക്കൽ എന്ന് പറഞ്ഞാൽ വില്ല്, ഇവിടെ എഴുതിയിട്ടുണ്ട്, വില്ല് കുലയ്ക്കുമ്പോൾ നമുക്ക് വില്ല് അമ്പെയ്ത്ത് അറിയാത്തത് കൊണ്ട് വില്ല് കുലയ്ക്കുക എന്ന് പറഞ്ഞാൽ അറിയില്ല. വില്ല് കുലയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അമ്പെയ്യാൻ വേണ്ടി ശക്തിയായി അമ്പ് വില്ലിൽ നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ശക്തിയായി വലിച്ചു നിർത്തുന്നതിനാണ് വില്ല് കുലയ്ക്കുക. അങ്ങനെ അൽ ഇഗ്റാഖു ഫിൽ ഖൗസി വനഹ്വിഹി എന്നാണ് അതിന്റെ ഗർഖിന്റെ അർത്ഥം. എന്താ? അത് വില്ല് കുലച്ച് നിർത്തുന്നതിനാണ് എന്ത് ചെയ്യുന്നത്? അപ്പൊ പരമാവധി വലിച്ചു നിർത്തിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അത് വിടുന്നത്. വിടുമ്പോ എന്തായിരിക്കും? അപ്പോ ശക്തിയായി അമ്പ് ചെന്ന് തറയ്ക്കും. അതിനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഗർക്ക് എന്ന വാക്ക്. അപ്പൊ നാസിയാത്തും ഗർക്കും തമ്മിൽ ഉപയോഗിക്കാൻ കാര്യം എന്താ? നാസിയാത്ത് ഊരിയെടുക്കുന്നവയാണ്. ഗർക്ക് എന്ന് പറഞ്ഞാൽ വില്ല് കുലയ്ക്കുന്ന ആളെന്ത് ചെയ്യുന്നുണ്ട്? ശക്തിയായി വില്ലിനെ വലിച്ചു നിർത്തുന്നുണ്ട്. അമ്പനെ ഘടിപ്പിച്ചിട്ട് വില്ലിനെ വലിച്ചു. ആ അർത്ഥത്തിലാണെങ്കിൽ ഗർക്കം എന്ന് പറഞ്ഞാൽ, നാസിയാത്തി ഗർക്കം എന്ന് പറഞ്ഞാൽ ശക്തിയായി ഊരിയെടുക്കുന്നവ. ഒന്ന്. രണ്ടാമത്, ഗർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഒന്ന് ശക്തിയായി വലിച്ചു നിർത്തുന്നുണ്ട്. രണ്ട്, അങ്ങേ അറ്റം വലിച്ചു നിർത്തും. അമ്പ് വളരെ ശക്തിയിൽ പോകുന്നതിന് വേണ്ടി വില്ല് കുരയ്ക്കുന്ന ആള് പരമാവധി പിന്നിലേക്ക് വലിച്ചു നിർത്തും. അപ്പൊ എന്തായി? അങ്ങേ അറ്റം. അപ്പൊ അങ്ങേ അറ്റം ചെന്ന് ഊരിയെടുക്കുക. യഥാർത്ഥത്തിൽ ചില ഹദീസുകൾ വിശദീകരിച്ചിട്ടുള്ളത് ഇപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് മലക്കുകൾ മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന സന്ദർഭത്തെ കുറിച്ചാണ്. നാസിയാത്ത് ഗർഖ് എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? മലക്കുകൾ വന്ന് മനുഷ്യന്റെ റൂഹ് നിർദ്ദയം പിടിച്ചെടുക്കും. അപ്പോ സദ്വൃത്തനല്ലെങ്കിൽ, ദുഷിച്ച മനുഷ്യനാണെങ്കിൽ അയാള് റൂഹിനെ പിടിക്കാൻ വേണ്ടി അസ്രായേൽ വരുമ്പോഴത്തേക്ക് റൂഹ് എന്ത് ചെയ്യും? പരമാവധി ശരീരത്തിന്റെ ഉള്ളിലേക്ക് അങ്ങ് ഒളിക്കും. എന്നെ പിടിക്കാൻ വേണ്ടി ആള് വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അകത്തളങ്ങളിലേക്ക് ഒളിക്കുക. അപ്പൊ കടന്നു വരൂ, നിന്നെ പിടിക്കാനാണ് ഞാൻ വരുന്നിരിക്കുന്നതെന്ന് അസ്രായേൽ പറഞ്ഞാൽ റൂഹ് എന്ത് ചെയ്യില്ല? വരില്ല. അപ്പൊ എന്ത് ചെയ്യും? അങ്ങേ അറ്റം കടന്നു ചെന്ന് റൂഹിനെ പിടിക്കുന്നു. അതാണ് ഒരാശയം. രണ്ടാമത്തെ ആശയം എന്താ? ശക്തിയായി വലിച്ചെടുക്കും, അല്ലെ? ശക്തിയായി ഉരിയെടുക്കും. എന്താണ് ശക്തിയായി ഉരിയെടുക്കുന്നത്? ആ റൂഹ് എന്ത് ചെയ്യില്ല? കടന്ന് വരികയില്ല. അപ്പൊ കടന്നു വരാത്തപ്പോ എന്ത് ചെയ്യും? ബലം പ്രയോഗിച്ച് ശരീരത്തിൽ നിന്നും ആത്മാവിനെ ഊരിയെടുക്കും. അതാണ് ഈ പറഞ്ഞത്. നാസിയാത്ത് ഗർഖൻ, ശക്തിയായി ഊരിയെടുക്കുന്നവ. വ ഉപയോഗിച്ചത് സത്യം ചെയ്യാനുള്ള വായ. നമുക്കറിയാം സൂറത്തിന്റെ തുടക്കത്തിലുള്ള വായെല്ലാം സത്യം ചെയ്യാനുള്ള വായ. വന്നാസിയാത്തി ഗർഖൻ, ശക്തിയായി ഊരിയെടുക്കുന്നവയെ തന്നെയാണ് സത്യം. അപ്പൊ ദുഷിച്ച ആത്മാക്കളുടെ റൂഹുകൾ ആ ശരീരത്തിൽ നിന്നും മലക്കുകൾ വന്ന്, അല്ലെങ്കിൽ അസ്രായേൽ വന്ന് നിർദ്ദയം വലിച്ചൂരി എടുത്തുകൊണ്ട് പോകുന്ന ആ വ്യവസ്ഥയെ കൊണ്ട് സത്യം, അല്ലെങ്കിൽ അങ്ങനെ വലിച്ചൂരി എടുത്തുകൊണ്ട് പോകുന്ന മലക്കുകളെ കൊണ്ട് സത്യം. രണ്ടാമത്തെ വിഭാഗത്തിന്റെ റൂഹ് എങ്ങനെയാണ് പിടിക്കുക? സൗമ്യമായി പുറത്തെടുക്കുന്ന. നാഷിത്താത്ത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സൗമ്യമായി പുറത്തെടുത്തുകൊണ്ട്. സൗമ്യമായി പ്രവർത്തിച്ചു. അപ്പോ നാഷിത്താത്ത് സൗമ്യമായി പുറത്തെടുക്കുന്നവ. നാഷിത്തും സൗമ്യമായി പുറത്തെടുക്കുന്നവൻ, അതിന്റെ ബഹുജനമാണ്, അതിന്റെ സ്ത്രീലിംഗ ബഹുജനമാണ് നാഷിത്താത്ത്. അപ്പോ സദ്വൃത്തരായ സാലിഹായ മനുഷ്യന്റെ റൂഹിനെ എങ്ങനെയായിരിക്കും പിടിക്കുക? മലക്കുൽ മൗത്ത് വന്നിട്ട് എന്ത് ചെയ്യും? സലാം അലൈക്കും, സലാം പറയും. അപ്പൊ തന്നെ റൂഹിന് മനസ്സിലാവും, എന്റെ സുഹൃത്ത് വന്നിരിക്കുന്നു. അപ്പൊ റൂഹ് എന്ത് ചെയ്യും? ഓക്കെ, ഞാൻ എന്താ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അസ്രായേലിന്റെ കൂടെ
ഇറങ്ങി അങ്ങ് പോകും. ഇതാണ് സത്പുരത്തിലെ മലക്കുകളെ. ഈ രീതിയിൽ ഇതേ ആശയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നില്ല, റൂഹ് ശരീരത്തിലേക്ക് ഉൾവലിയുന്നില്ല, മറിച്ച് താങ്കളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും സ്വമേധയാ ഇറങ്ങി പോവുകയാണ്. അതാണ് സൗമ്യമായി പുറത്തെടുക്കുന്നതിനെ കുറിച്ച്. നഷ്പൻ, സൗമ്യമായ പുറത്തെടുക്കൽ എന്ന് പറഞ്ഞാൽ വളരെ സൗമ്യമായ രീതിയിൽ. ആശയത്വന്റെ ക്രിയാധാതു ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ പ്രത്യേകത, ആ ക്രിയയുടെ പ്രത്യേകത പറയുന്നതിന് വേണ്ടി. എന്താണ്, ഒന്നുകൂടി പറയുകയാണ്, നഷ്പൻ, സൗമ്യമായി. സൗമ്യമായി പുറത്തെടുക്കുന്നവയെ കൊണ്ട് സത്യം. വസ്സാബിഹാതി, സബഹ, സബഹ എന്ന് പറഞ്ഞാൽ നീന്തി. സബഹ നീന്തി, സഞ്ചരിച്ചു എന്ന് അർത്ഥമുണ്ട്. സഞ്ചരിച്ചു എന്നാണ് സബഹ. അപ്പൊ സാബിഹാത്ത് നീന്തുന്നവയേക്കാൾ തന്നെയാണ് സത്യം. സബഹൻ ഒരു നീന്തൽ. ഇപ്പൊ മലക്കുകൾ, ഈ രണ്ട് മലക്കുകളും, രണ്ട് വിഭാഗത്തിലുള്ള മലക്കുകളും, അസ്രായേൽ, നമുക്കറിയാം അസ്രായേൽ എന്ന് പറയുന്നത് ഒരു മലക്കിന്റെ പേരല്ല, മറിച്ച് എന്താണ്, ഒരു വിഭാഗം മലക്കുകളുടെ പേരാണ്. ആ ദൗത്യം ചെയ്യുന്ന മലക്കുകളുടെ പേരാണ് അസ്രായേൽ. ആ ദൗത്യം, അത് റൂഹിനെ പിടിക്കുക എന്ന ദൗത്യം നിർവഹിക്കുന്ന. അള്ളാഹ്ക്ക് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല. പക്ഷെ അള്ളാഹ് എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ഘടന നിശ്ചയിച്ചിരിക്കുന്നു. നമുക്കറിയാം, മഴ പെയ്യുന്നു, നമുക്ക് വെയിൽ കിട്ടുന്നു, സൂര്യപ്രകാശം കിട്ടുന്നു, സൂര്യന്റെ താപം നമുക്ക് കിട്ടുന്നു, ഊർജം സൂര്യനിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു, സൗരോർജം ലഭിക്കുന്നു. അതൊക്കെ എന്താണ്, അള്ളാഹ് സുബ്ഹാനഹു വ തആല റബ്ബുൽ ഇസ്സത്ത് പ്രപഞ്ചത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഘടനകളാണ്. സൂര്യനിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഊർജം ലഭിക്കേണ്ടത്. മഴ നമുക്കറിയാം, സമുദ്രത്തിലെയും ജലാശയങ്ങളിലെയും വെള്ളം എന്ത് ചെയ്യും, നീരാവിയായി മുകളിലേക്ക് പോവുകയും അവിടെ നിന്ന് പിന്നെ കാർമേഘങ്ങൾ അതിനെ തടഞ്ഞു നിർത്തി, കാർമേഘങ്ങളായി ഉപയോഗപ്പെടുകയും അതിന്റെ മരങ്ങളും ഒക്കെ അതിനെ തടഞ്ഞു നിർത്തി എന്ത് ചെയ്യുന്നു, വെള്ളമായി തിരിച്ച് ഭൂമിയിലേക്ക് വർഷിപ്പിക്കുന്നു. അതെന്താണ്, ഒരു ഘടനയാണ്, പ്രപഞ്ചത്തിന്റെ ഒരു ഘടനയാണ്. പ്രപഞ്ചമാകമാനം എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു വ്യവസ്ഥയിലും ഘടനയിലുമാണ് ചെയ്യുന്നത്. നമുക്കറിയാം, എല്ലാം കാണുന്നതെല്ലാം എവിടെയാണുള്ളത്, അന്തരീക്ഷത്തിലാണുള്ളത്, അല്ലെ? ഈ ഗോളങ്ങളും അതേപോലെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അതുപോലുള്ള ഇതെല്ലാം സംവിധാനങ്ങളെല്ലാം അന്തരീക്ഷത്തിലാണ്. അല്ലെങ്കിൽ അതിന്റെ ഈ അതിന്റെ നിൽപ്പ് ആലോചിച്ച് നോക്കിയാൽ ഇതെല്ലാം എന്താണ്, മുകളിലാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ എല്ലാം മുകളിലാണ്. എന്ന് പറഞ്ഞല്ല സൂറത്ത് റഹ്മാനിൽ ആകാശത്ത് റഫഅഹ, അതിനെ അവൻ ഉയർത്തി. മീസാൻ, എന്ത് ചെയ്തു, തുലാസ് സ്ഥാപിച്ചു. തുലാസ് എന്ന് പറഞ്ഞാൽ ത്രാസ് എന്നൊക്കെയാണ്. ത്രാസ് എന്ന് പറഞ്ഞാൽ സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഒരു ഘടന സൃഷ്ടിച്ചിട്ടുണ്ട്. എക്കോളജി എന്നൊക്കെ നമ്മൾ പറയും, പ്രപഞ്ച ഘടന. ആ ഘടന സ്ഥാപിച്ചിട്ട് മീസാൻ, ആ ഘടനയെ സ്ഥാപിച്ചു, തുലാസിനെ സ്ഥാപിച്ചു. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, നിങ്ങൾ അതിലെ സന്തുലിത അവസ്ഥയിൽ കൈ കടത്താതിരിക്കുന്നതിന് വേണ്ടി, അതിക്രമിച്ച് കടക്കാതിരിക്കുന്നതിന് വേണ്ടി. അപ്പൊ അവിടെ എക്കോളജി എവിടെയുള്ളത്, ഖുർആനിൽ തന്നെ ഉള്ളതാ. അതിലെന്ത് ചെയ്യാൻ പാടില്ല, അതിനെ എക്കോളജിക്ക് വിരുദ്ധം എങ്ങോട്ടും ചെയ്യാൻ പാടില്ല. പ്രപഞ്ച ഘടനയിൽ നമ്മൾ കൈ കടത്താൻ പാടില്ല. അപ്പൊ ആ ഘടനയിൽപ്പെട്ടതാണ് അള്ളാഹ് എന്ത് ചെയ്യുന്നു, ലോകത്തുള്ള അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന എല്ലാ സംഗതികളിലും ചില മലക്കുകളെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, നിർവഹിപ്പിക്കുന്നത്. അതിൽപ്പെട്ടതാണ് അസ്രായേൽ എന്ന വിഭാഗം. അവരാണ് എന്ത് ചെയ്യുന്നത്, റൂഹിനെ പിടിക്കുന്നത്. അപ്പൊ ദുഷിച്ച ആത്മാവിന്റെ റൂഹിനെയാണെങ്കിൽ നിർദ്ദയമായിരിക്കും. നിർദ്ദയം എന്ന് പറഞ്ഞാൽ അവർ സ്വമേധയാ നിർദ്ദയം കാണിക്കുകയല്ല, മറിച്ച് എന്താണ്, ഈ മനുഷ്യന്റെ പ്രവർത്തി കാരണമായി അസ്രായേൽ വരുമ്പോ അല്ലെങ്കിൽ മലക്കുൽ മൗത്ത് വരുമ്പോൾ അങ്ങോട്ട് പോകാൻ സന്നദ്ധമാകുന്നില്ല.
മരിക്കാൻ താല്പര്യമില്ല. അയാൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ ദോഷം കാരണമായി. അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഹൃദയം വൽമലായികത്തു ബാസിത്തു ഐദീഹിം യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ മുഖത്തും പുറത്തുമൊക്കെ എന്ത് ചെയ്യും? അടിക്കും. മുഖത്തും പുറത്തുമൊക്കെ അടിക്കും. റൂഹ് ഇങ്ങോട്ട് പുറത്തിറങ്ങി വരാത്തതുകൊണ്ട്. ബാസിത്തു ഐദീഹിം, അവരുടെ കൈകൾ നീട്ടിക്കൊണ്ടാണ് അവർ വരുന്നത്, മലക്കുകൾ വരുന്നത് ഈ മനുഷ്യന്റെ റൂഹിനെ ഇരിക്കുന്നതിന് വേണ്ടി. കാരണം ഈ റൂഹ് എന്ത് ചെയ്യുന്നു? ഉൾവലിഞ്ഞു പോകുന്നു എന്ന്. അപ്പൊ അങ്ങനെ നിർദ്ദയം പിരിക്കുന്നവ, അങ്ങനെയുള്ള ആ വ്യവസ്ഥയെ കൊണ്ട് സത്യം, അല്ലെങ്കിൽ അതിനങ്ങനെ പിരിക്കുന്ന മലക്കളെ കൊണ്ട് സത്യം. അപ്പൊ ഇവ സദ്വൃത്തിൻ്റെതാണെങ്കിൽ വളരെ സൗമ്യമായിരിക്കും റൂഹിനെ പുറത്തെടുക്കുന്നത്. കാരണം ഒന്ന് സലാം പറയുമ്പോൾ തന്നെ ശരി, ഞാൻ ദാ വരുന്നു. നമുക്കറിയാം, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമ്മളെ വിളിക്കാൻ വേണ്ടി ഒരാൾ വരും, നമ്മളെ ക്ഷണിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഒരാൾ വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പ്രതീക്ഷിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് അയാൾ വരുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ ഡ്രസ്സ് ധരിച്ച് ഞാനതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരികയും ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നാഷിത്താത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവ എന്ത് ചെയ്യുന്നു? ഈ മലക്കുകൾ അവരുടെ റൂഹ്, ഈ മനുഷ്യന്മാരുടെ റൂഹ് പിടിച്ചതിന് ശേഷം സാബിഹാത്തി സബഹൻ, അതെങ്കിലും നീന്തി അങ്ങ് പോവുകയാണ്. മലക്കുകൾ റൂഹുമായി അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകും. അതാണ് സാബിഹാത്ത്, നീന്തുന്നവയാണ് സബഹൻ, നീന്തൽ എന്ന് പറഞ്ഞാൽ അവ ദ്രുതഗതിയിൽ കുതിച്ചുപായി. സാബിഖാത്ത് സബഖൻ, അവ ഈ സാബിഹാത്ത് സബഹനും ഒക്കെ പറഞ്ഞതുകൊണ്ടാണ് സാബിഖാത്ത് മുൻകടക്കുന്നവയാണ്, സബഖൻ മുൻകടത്തൽ. അപ്പൊ ആ ക്രിയാധാതു ആവർത്തിക്കുന്നതുകൊണ്ടാണ് കുതിക്കുന്നു എന്ന വാക്ക് കൊടുത്തിരിക്കുന്നത്. അതിന്റെ തീവ്രത കാണിക്കാൻ വേണ്ടിയാണ് ക്രിയാധാതു സബഖൻ. അങ്ങനെയാണ് മുന്നോട്ട് കുതിക്കുന്നത്. മുൻകടന്നു എന്ന് പറഞ്ഞാൽ അത് മുന്നോട്ട് കുതിക്കുന്നു. സബഖൻ ക്രിയാധാതുവിന്റെ സാന്നിധ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ്, അത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒന്നാമത്തെ വാക്ക് പരിഭാഷപ്പെടുന്നത്. ഫൽ മുദബ്ബിറാത്തി അംറ, ദബ്ബറ യുദബ്ബിറു എന്ന് പറഞ്ഞാൽ നിയന്ത്രിച്ചു. ദബ്ബറ യുദബ്ബിറു, നിയന്ത്രിച്ചു. മുദീർ എന്നത് കേട്ടാണ് നിങ്ങൾ. മുദീർ എന്ന് പറഞ്ഞാൽ മാനേജർ എന്ന്. അതിലും ഉപരിയായ ഒരു സംഭവമാണ് ദബ്ബറ, കൺട്രോൾ ചെയ്യുന്നു എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ. ദബ്ബറ യുദബ്ബിറു, മുദബ്ബിറുൻ. അങ്ങനെ മുദബ്ബിറാത്ത് അംറൻ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാണ്. നമുക്കറിയാം യഥാർത്ഥത്തിൽ കാര്യം നിയന്ത്രിക്കുന്ന അള്ളയാണ്. അതേസമയം പ്രപഞ്ചത്തിൽ ഈ ഘടന നിശ്ചയിച്ചു. അപ്പൊ അവരെ ഉദ്ദേശിച്ചിട്ടാണ്, ആ മലക്കുകൾ നിർവഹിക്കുന്ന മലക്കുകൾ ഉദ്ദേശിച്ചാണ് ഫൽ മുദബ്ബിറാത്തി അംറൻ, അങ്ങനെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവയാണ് സത്യം. യൗമ തർജുഫു റാജിഫ, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം യൗമ തർജുഫു റാജിഫ, കിടിലം കൊള്ളിക്കുന്നത്. റജഫ യർജുഫു, റജഫ യർജുഫു. റജഫ എവിടെ എഴുതിയിട്ടുണ്ടല്ലോ? കിടിലം കൊണ്ടു. ഇതൊക്കെ പുതിയ വാക്കാണല്ലോ. പുതിയ വാക്കാണ്. നമ്മൾ പഴയ വാക്ക്, പരിചയമുള്ള വാക്കുകളൊക്കെ ആദ്യം പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് പുതിയ വാക്ക് ഞാൻ പറഞ്ഞു. നമ്മൾ വിദേശത്ത് കല്യാണത്തിന് പോയതുപോലെയാണ്. സ്വദേശത്ത് നമ്മുടെ നാട്ടിലാണ് വരന്റെയും വധുവിന്റെയും ആൾക്കാരാണ്, നമുക്ക് രണ്ടു കുട്ടിയെ അറിയാം. അല്ല, നമ്മൾ വധുവിനെയും കൊണ്ട് വരനെയും കൊണ്ട് വധുവിന്റെ നാട്ടിലേക്ക് പോകണമെങ്കിൽ വധുവിന്റെ നാട്ടിലുള്ള ആൾക്കാരെ നമുക്ക് അറിയില്ല. നമ്മുടെ നാട്ടിലാണ് വരനുള്ളത്, അപ്പൊ അവരെ മാത്രമേ അറിയുള്ളൂ എന്നതുപോലെയാണ്. അവിടെ കുറെ ആൾക്കാരുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാരെ നമുക്കറിയാം. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആൾക്കാരെ നമുക്കറിയാം, അവിടെയുള്ള ആൾക്കാരെ നമുക്കറിയാം എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഭാഗം. ഇതുവരെ നമ്മൾ വായിച്ചു വന്നതിലൊക്കെ നമുക്കറിയുന്ന വാക്കുകൾ അധികം ഉണ്ടായിരുന്നു. ഈ ഭാഗത്ത് വരുമ്പോൾ അറിയുന്ന വാക്കുകൾ കുറവാണ്, അറിയാത്ത വാക്കുകളാണ്, അല്ലെങ്കിൽ പുതിയ വാക്കുകളാണ് കൂടുതൽ. റജഫ കിടിലം കൊണ്ടു. യൗമ
തർജുഫു, ഹുവ യർജുഫു, ഹിയ തർജുഫു. റാജിഫത്ത് എന്നത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് തർജുഫു എന്ന വാക്ക് ഉപയോഗിച്ചത്, സ്ത്രീലിംഗ പദം ഉപയോഗിച്ചത്. യൗമ തർജുഫു, കിടിലം കൊള്ളിക്കുന്ന ദിവസം. റാജിഫത്തു, കിടിലം കൊള്ളിക്കുന്ന സംഗതി, കിടിലം കൊള്ളിക്കുന്ന സംഭവം ഉണ്ടല്ലോ. റാജിഫത്ത് കിടിലം കൊള്ളിക്കുന്നത്, കിടിലം കൊള്ളിക്കുന്നത്, കിടിലം കൊള്ളിക്കുന്ന ദിവസം. നമുക്കറിയാം ലോകാവസാനം ആണ് ആ ഉദ്ദേശിച്ചത്. ലോകം അവസാനിക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത് ഞെട്ടലുളവാക്കുന്നതാണ്, കിടിലം കൊള്ളിക്കുന്നതാണ്, മനുഷ്യൻ പേടിച്ച് വിറയ്ക്കുന്നതാണ്. അതിനെക്കുറിച്ചാണ് അത് സംഭവിക്കുന്ന ദിവസം. തർജിഫു, കിടിലം കൊള്ളിക്കുന്ന ദിവസം. റാജിഫത്തു, കിടിലം കൊള്ളിക്കുന്ന ദിവസം. അപ്പോ അൽഖാരിഅ എന്ന് പറഞ്ഞു നമ്മള്, അല്ലേ? സംഭവം. അൽഖാരിഅ എന്താണ്? സംഭവം. അൽഖാരിഅ മഹാസംഭവം, ഘോര ശബ്ദം. അൽഖാരിഅ ഘോര ശബ്ദം. അതേപോലെ ആ ഘോര ശബ്ദം ഉണ്ടായി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അതേപോലെ ഇതാ സുൽസിലത്തിൽ സുൽജാല, ഭൂമി പ്രകമ്പനം കൊള്ളും. ഇതൊക്കെ ലോകം അവസാനത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇത് ഒരു പ്രകമ്പനം, ഒരു ഘോര ശബ്ദം, അതോടുകൂടി അങ്ങ് തീരുന്നില്ല. മറിച്ച് എന്താണ്? അതിനെ പിന്തുടരുന്നു. റാദിഫത്തു, റാദിഫത്ത് എന്ന് പറഞ്ഞാൽ പിറകെ വരുന്നത്, പിറകെ വരുന്നത്. അതിനെ പിന്തുടർന്ന് വരുന്ന വേറെ സംഗതിയുണ്ട്. ഒരു ഘോര ശബ്ദം കേട്ടിട്ട് അടുത്ത ഘോര ശബ്ദം വീണ്ടും കേട്ടു. ഇടിവെട്ടുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ഇടിവെട്ടി ഇതിനെ വീണ്ടും കുറച്ച് അടുത്ത സംഭവം ഘോര ശബ്ദം. എന്നതുപോലെ ഒരു ഘോര ശബ്ദത്തിന് ശേഷം, അല്ലെങ്കിൽ ഒരു കിടിലം കൊള്ളുന്ന സംഭവത്തിന് ശേഷം വീണ്ടും അടുത്ത ഒരെണ്ണം കൊടുത്തു, അതിനുശേഷം പിന്നെയും വരും. അപ്പൊ ഒരൊറ്റ ശബ്ദം കൊണ്ട് തീരുന്നതല്ല ഖിയാമത്ത് നാളെന്ന് പറയും. മറിച്ച് എന്താണ്? ഒരു ഘോര ശബ്ദം, അതിനെ തുടർന്ന് അടുത്ത ശബ്ദം വീണ്ടും വരും. അതാണ് ഈ പറയുന്നത്. റാജിഫ, കിടിലം കൊള്ളിക്കുന്ന സംഗതി, കിടിലം കൊള്ളിക്കുന്ന ദിവസം. റാജിഫത്ത് എന്ന് പറഞ്ഞല്ലോ, കിടിലം കൊള്ളിക്കുന്ന സംഗതി. ആ കിടിലം കൊള്ളിക്കുന്ന സംഗതിയെ പിന്തുടരുന്നു, പറഞ്ഞാൽ അതിനെ തുടർന്ന് വരുന്നു. റാദിഫത്തു, പിറകെ വരുന്നത്. റാദിഫത്ത് എന്ന് പറഞ്ഞാൽ പിറകെ വരുന്നത്. കുന്തു റദീഫൻ നബി എന്നൊക്കെ പറയാൻ ഹദീസിലുണ്ടാവും. കുന്തു റദീഫൻ നബി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ അപ്പുറത്ത് പോകുമ്പോൾ ഞാൻ പിൻസീറ്റിൽ ഇരിക്കുകയായിരുന്നു. പിറകെ സഞ്ചരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അവിടെ പിൻസീറ്റിലും സഞ്ചരിക്കുകയാണ്. ഒട്ടകത്തിന്റെ നബിയോടൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പിന്നീട് സഞ്ചരിക്കുന്നു. അപ്പൊ കുന്തു റദീഫൻ നബി എന്നാണ് പറയുക. അപ്പൊ റദീഫ പിന്തുടർന്നു, പിറകെ വരുന്നത്. റദീഫ എന്ന് പറഞ്ഞാൽ പിറകെ വന്നു, തബിയായ പിന്തുടർന്നു. അപ്പൊ തർജിഫ് എന്ന വാക്ക് വേറെ വന്നിട്ടുണ്ട് ഖുർആനില്. യൗമ തർജുഫുൽ അർളു വൽ ജിബാലു വകാനത്തിൽ ജിബാലു കസീബൻ മഹീല. അതേപോലെ തത്ബഉഹ എന്ന വാക്ക് വേറെ വന്നിരിക്കുന്നത് ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. തബിഅ പിന്തുടർന്നു. ഫമൻ തബിഅ ഹുദായ, ആരെന്റെ മാർഗ്ഗം പിന്തുടരുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് യാതൊരു പേടിയും ഇല്ല, വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുകയില്ല. അതേപോലെ റദീഫ എന്ന വാക്ക് വേറെ വന്നതിന് ഉദാഹരണമാണ് ഖുൽ അസാ അൻ യകൂന റദീഫ ലക്കും. റദീഫ പിറകെ വന്നു. റാദുല്ലദീ തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില ഇതേ വാക്കുകൾ നമുക്ക് പുതുതായിട്ട് തോന്നുമെങ്കിലും ഖുർആൻ ഒരുപാട് വായിച്ചവരും ഒരുപാട് പ്രാവശ്യം കേട്ട് കാണും. ഇനി വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. റദീഫ എന്ന് പറഞ്ഞാൽ തബിയ എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥം തന്നെയാണ്. പക്ഷെ ഇവിടെ സാഹിത്യ ഭംഗിക്ക് വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, രണ്ട് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. തത്ബഉഹ, അതിനെ പിന്തുടരും. റാദിഫത്ത് ആദ്യം പറഞ്ഞെടുത്ത് എന്ത് ചെയ്തു? യൗമ തർജുഫു റാജിഫത്തു, ഒരു വാക്ക് കൊണ്ട് തന്നെ രണ്ടും ഉപയോഗിച്ചു. ഒരു പദം, ഒരേ റൂട്ട് വേർഡ് തന്നെയാണ്. തർജുഫു കിടിലം കൊള്ളിക്കുന്നു, യൗമ തർജുഫു കിടിലം കൊള്ളിക്കുന്ന ദിവസം.
റാജിഫത്തു, അവിടെ അതിന്റെ കർത്തൃനാമം തന്നെ ഉപയോഗിച്ചു. അതേസമയം തത്ബഅഹ എന്ന് പറഞ്ഞിടത്ത് തത്ബഅഹ അതിനെ പിന്തുടർന്നു വരും. അത്താബിയ എന്നല്ല പറഞ്ഞത്, റാദിഫത്തു. റാദിഫത്തു എന്തായി? നേരത്തെ പറഞ്ഞ റാജിഫത്തുമായി യോജിപ്പുണ്ടായി അല്ലേ? യൗമത്തറിയുഫു റാജിഫത്തു തത്ബഅഹ റാദിഫത്തു. എന്താണ് ഖുർആന്റെ സാഹിതീയ ഭംഗി നമുക്കവിടെ മനസ്സിലാക്കാം. ഖുലൂബുൻ യൗമഇദിൻ വാജിഫത്തുൻ, അന്ന് ചില ഹൃദയങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ, ചില ആളുകൾ ഉണ്ടാവും അന്ന് ഇങ്ങനെയായിരിക്കും അവരുടെ അവസ്ഥ എന്ന് പറയുന്ന പോലെയാണ് ഖുലൂബുൻ യൗമഇദിൻ, അന്ന് ചില ഹൃദയങ്ങൾ ഉണ്ടാവും. ചില ഹൃദയങ്ങൾ അന്ന് വാജിഫത്തുൻ, പേടിച്ച് വിറയ്ക്കുന്നതാണ്. വജഫ യജിഫു എന്ന് പറഞ്ഞാൽ പേടിച്ച് വിറച്ചു. വജഫ യജിഫു ഇവിടെ എഴുതിയിട്ടുണ്ട്, പേടിച്ച് വിറച്ചു. ഖുലൂബുൻ യൗമഇദിൻ വാജിഫത്തുൻ, അന്ന് ചില ഹൃദയം ഇങ്ങനെ കടന്ന് പേടിച്ച് ഇങ്ങനെ വിറച്ചായിരിക്കും. ഇത് നമ്മളിങ്ങനെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ഖുർആൻ ആശയം മനസ്സിലാക്കി ചിന്തിച്ചുകൊണ്ട് വായിക്കുമ്പോഴേ നമുക്കതിന്റെ താളാത്മകതയും പ്രാസത്തിന്റെയും പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മുദബ്ബിറാത്തി അംറൻ, അതുവരെ എന്ത് ചെയ്തു? നെസ്ബാണ്, അല്ലെങ്കിൽ ഫത്ഹ തൻവീനാണ് പറഞ്ഞത്. നാസിആത്തി ഗർഖൻ, നശിതാത്തി നശ്റൻ, വസ്സാബിഹാത്തി സബ്ഹൻ, വസ്സാബിഖാത്തി സബ്ഖൻ, വൽമുദബ്ബിറാത്തി അംറൻ. പിന്നെന്ത് ചെയ്തു? യൗമ തർജുഫു റാജിഫ തത്ബഉഹ റാദിഫ ഖുലൂബുൻ യൗമഇദിൻ വാജിഫ അബ്സാറുഹാ ഖാശിഅ. അവിടെയെല്ലാം ഒരേ പ്രാസം. ഖുലൂബുൻ യൗമഇദിൻ വാജിഫത്തുൻ, വജഫ യജിഫു, പേടിച്ച് വിറച്ചു. അന്ന് ചില ഹൃദയങ്ങൾ പേടിച്ച് വിറച്ചതായിരിക്കും. കാരണം അവർ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ കാരണം. അബ്സാറുഹാ ഖാശിഅത്തുൻ, അങ്ങനെ അവരുടെ മുഖങ്ങൾ എന്തായിരിക്കും? അവരുടെ കണ്ണുകൾ പേടിച്ചാരണ്ടിരിക്കും, പേടി കൊണ്ട് പതിഞ്ഞിരിക്കും. കണ്ണടയ്ക്കുന്നതുമില്ല, കണ്ണ് തുറക്കുന്നതുമില്ല. കണ്ണുകൾ, ദൃഷ്ടികൾ പതിഞ്ഞിരിക്കും, പേടിച്ചരണ്ടിരിക്കും. ഖശാ യഖ്ശഉ, നേരത്തെ പറഞ്ഞു അതിന്റെ ആയത്ത് ഖശഅത്തിൽ അസ്വാത്ത്. അസ്വാത്ത് ഖശ എന്ന് പറഞ്ഞാൽ ശബ്ദം പേടിച്ചു എന്നല്ല, ശബ്ദം പതിഞ്ഞു എന്നാണ്. ഖശയുടെ ശരിക്കും അർത്ഥം താഴ്മയും വിനയവും ഉള്ളതായി. അബ്സാറുഹാ ഖാശിഅത്തുൻ, അന്ന് അവയുടെ ദൃഷ്ടികൾ, ആ ഹൃദയങ്ങളുടെ ദൃഷ്ടികൾ ഖാശിഅത്തുൻ, പേടിച്ചരണ്ടതായിരിക്കും. അപ്പൊ അബ്സാർ എന്ന് പറഞ്ഞതിന്റെ ഏകവചനം എന്താ പറഞ്ഞത്? ബസറ. ബസറുൻ. ബസറുൻ, ബസറിന്റെ പര്യായ പദമാണ് ഐനുൻ. കണ്ണില്ലേ? കണ്ടു എന്ന് പറയണമെങ്കിൽ ബസുറ എന്നാണ് വരേണ്ടത്. ബസുറ, ബസുറ കണ്ടു. യബ്സുറു, ബസുറ. ഖാല ബസുർതു ബിമാ ലം യബ്സുറു ബിഹി എന്ന് സാമിരി പറഞ്ഞ കാര്യം പറയുന്നുണ്ട്. അവര് കാണാത്ത കാര്യം ഞാൻ കണ്ടു എന്ന്. സൂറത്തുൽ ഖസസിലും പറയുന്നുണ്ട് ഫബസുറത് ബിഹി അൻ ജുനുബിൻ. മൂസാ നബി അലൈഹിസ്സലാം നോക്കാൻ വേണ്ടി സഹോദരിയെ വിട്ടു. എന്ത് സംഭവിച്ചു? വെള്ളത്തിൽ ഒഴുക്കി വിട്ടപ്പോൾ, നദിയിൽ ഒഴുക്കി വിട്ടപ്പോൾ എന്ത് സംഭവിച്ചു പെട്ടിക്ക് എന്നറിയാൻ വേണ്ടി കുഞ്ഞിനടക്കി പെട്ടിക്ക് പിന്നാലെ കുഞ്ഞിന്റെ സഹോദരിയെ പറഞ്ഞേച്ച് മുളങ്ങി നോക്കി വന്നു. അപ്പൊ അത് പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഫബസുറത് ബിഹി, ആ കുഞ്ഞിനെ അവൾ നോക്കി. ബസുറത് ബിഹി അൻ ജുനുബിൻ, ദൂരെ നിന്നുകൊണ്ട്. അവിടെയും ബസുറ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ബസുർത്തു, സാമിരി എന്ന മനുഷ്യനെ തെറ്റിച്ച ഒരാളുണ്ടല്ലോ. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുമായി സംഭാഷണം നടത്താൻ വേണ്ടി പോയപ്പോഴത്തേക്ക് എന്തായി? ഇവിടെ സാമിരി കാളക്കുട്ടി രൂപം ഉണ്ടാക്കിയിട്ട് എല്ലാവരോടും ആ കാളക്കുട്ടി ആരാധിക്കാൻ. കാളക്കുട്ടി മുക്രയിട്ടു.
ആ സംഭവം പറഞ്ഞെടുത്ത് നീ എന്താ അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചപ്പോ സാമിരി പറഞ്ഞതാണ് ബസുർത്തു, ഞാൻ കണ്ടു, ബിമാലം ബിഹി, അവർ കാണാത്ത ദിവസം എന്ന് പറഞ്ഞു. അപ്പൊ അബ്സാറുഹ ഖാശിയത്തുൻ, ബസുറയാണ് അതിന്റെ ക്രിയ. ബസുറ കണ്ടു, ബസുറ യബ്സുറു. ഇത് ഏത് ഗ്രൂപ്പിൽ വരും? ബസുറ യബ്സുറു എന്നുള്ളത് നമ്മൾ പഠിച്ച ഫതഹ യഫ്തഹുലില്ല, അതേപോലെ നെസറൂലില്ല, പിന്നെ ഏതിലുള്ളത്? ആ ബസുറ എന്നുള്ളത് നമ്മൾ പഠിച്ചില്ലല്ലോ. അപ്പൊ നമ്മ രണ്ടിലും നമ്മളുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയും ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഓർമ്മിച്ചേക്കുക. അപ്പൊ നിങ്ങള് പ്ലാറ്റിനമാണ്, ഫൈനൽ ആകാൻ പോകണം അടുത്ത പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് ബക്കറയൊക്കെ പഠിക്കാൻ നമ്മൾ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണം? നമ്മൾ നോട്ട്ബുക്ക് എക്സ്പാൻഡ് ചെയ്യണം. നമ്മൾ 3 അടിസ്ഥാന അക്ഷരം മാത്രമുള്ളവ 4 ഗ്രൂപ്പുകളാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? 4 ഗ്രൂപ്പ് പഠിച്ചു. ബസുറ യബസുറു എന്നതുകൂടെ അതിന്റെ അടുത്ത പേജിൽ, അതിന്റെ അടുത്ത പേജിൽ, അല്ലാതെ വേറെ എവിടെയും കൊണ്ട് എഴുതിയാൽ പോരാ. ഞാൻ പറഞ്ഞു, ഒരു എഴുതുമ്പോഴത്തേക്ക് 2-3 പേജ് ഇടയിലൊക്കെ വിട്ടിട്ട് എഴുതിയല്ലോ. ഒരു ഘട്ടം അല്ലെങ്കിൽ ഒരു കൂട്ടം സംഗതികൾ എഴുതിയിട്ട് അതിനിടയിൽ വേറെ 1-2 പേജ് വിട്ടിട്ടാ ബാക്കി കാര്യം. ഗ്രൂപ്പുകൾ എഴുതിയെടുത്ത് ഒന്നുകൂടെ നിങ്ങൾ വേറെ ഒരു നോട്ട്ബുക്ക് വാങ്ങി എഴുതിയാൽ കുഴപ്പമില്ല. വേറെ നോട്ട്ബുക്ക് വാങ്ങിയിട്ട് ഒന്നേന്ന് എഴുതണം. പഠിച്ച കാര്യങ്ങളൊക്കെ എപ്പോഴും സംക്ഷിപ്തമായിട്ട് നമ്മളെ കയ്യിലുണ്ടാവും. അപ്പൊ ആ 4 ഗ്രൂപ്പ് പഠിച്ച കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു അഡീഷണൽ പേപ്പർ വാങ്ങിയിട്ട് അവിടെ എന്ത് ചെയ്യാം, അറ്റാച്ച് ചെയ്ത് ഒട്ടിച്ച് വെക്കാം. അപ്പൊ ഇതിന്റെ അടുത്ത് ബസുറ യബസുറു എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പും കൂടി ഉണ്ട്. പൂർണ്ണക്രിയയിലും അപൂർണക്രിയയിലും മധ്യത്ത് ലമ്മുള്ളതായ. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് പഠിക്കേണ്ട 2 പ്രധാനപ്പെട്ട ക്രിയയാണ് ഇത്തബഴയും ഇത്തഹദയും. ഇത്തബഴ ഏത് ഗ്രൂപ്പിൽപ്പെട്ടതായിരിക്കും? ഇത്തബഴ ഒറിജിൻ എന്ന് പറയുന്നത് ഇത്ത് തബഅ എന്നാണ്. ഇത്ത് തബഅ നമ്മൾ നേരത്തെ പഠിച്ചു. തബിഅ പിന്തുടർന്നു. തബിഅയാണ് ഇതിന്റെ 3 അക്ഷരമുള്ള ക്രിയ. 3 അക്ഷരമുള്ള ക്രിയ തബിഅയാണെങ്കിൽ ഇത്തബഅ എന്നത് ഏത് ഗ്രൂപ്പിൽപ്പെട്ടതായിരിക്കും? ആണോ? തബിഅ എന്നത്, ശ്രദ്ധിച്ചു കേൾക്കണം, ചോദ്യം ഇതാണ്. തബിഅ എന്നത് 3 അടിസ്ഥാന അക്ഷരമുള്ള ക്രിയയാണ്. ഇവിടെ ഇത്തബഅയാണ്, 3+ ആണ്. അപ്പൊ തബിഅ എന്നതാണ് അതിന്റെ 3 അക്ഷരമുള്ള ക്രിയയെങ്കിൽ ഇത്തബഅ എന്ന് പറഞ്ഞ 3+ ഗ്രൂപ്പ് ഏതായിരിക്കും? നമ്മൾ പഠിച്ച വേറെ ഏത് ഗ്രൂപ്പ് ഒരു ക്രിയ ഉണ്ട് ഈ ഗ്രൂപ്പിൽപ്പെട്ട? ഇടയിലുള്ള ഗ്രൂപ്പ് ഏതാ നമ്മൾ പഠിച്ചത്? അതിന് വേറെ ഭിന്നിപ്പല്ലോ ഉണ്ടോ? വേറെ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? യഖ്തലഫ അല്ലെന്ന്? ഇല്ല, യഖ്തലഫയാണ്. കാരണം തബിഅ എന്നത് തബിഅ 3 അക്ഷരം മുക്കിൽ 1 തായാണ്. തബിഅ അത് 3 അക്ഷരം. പിന്നെ ഇടയിൽ ഒരു തായ കൂടെ വന്നപ്പോഴാണ് ഇത്തബഅ എന്ന് വന്നത്. യഖ്തലഫയുടെ ഈയും യഖ്തലഫയുടെ ഇടയിലുള്ള തായും കൂടെ ചേർന്നിട്ടാണ് ഇത്തബഅ. ഇത്തബഅ പിൻപറ്റി. ഇത്തബഅ പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താ? നമ്മൾ ചുരുങ്ങിയത് 10 പ്രാവശ്യം ഖുർആൻ വായിക്കണം വിചാരിക്കുക. എങ്കിൽ നമ്മൾ ഇത്തബഅയുടെ രൂപഭേദങ്ങളെ 1400 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ നേരത്തെ പറഞ്ഞോളാം, നമ്മൾ പരിചയമുള്ള കല്യാണത്തിൽ പോയാൽ നമ്മുടെ നാട്ടിലാണ് വരുന്നും അതും നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എല്ലാ ആൾക്കാരും. കാരണം ഈ ആൾക്കാരെ എപ്പോഴും കാണുന്നതാണ്. അവിടെ ഒന്ന് ഡ്രസ്സ് മാറി ഒന്നെന്ന് മാത്രമേ ഉള്ളൂ. അലങ്കാരമുള്ള ഡ്രസ്സ്, ചിലപ്പോൾ പർദ്ദയുള്ളവരൊക്കെ ചുരിദാറിട്ടുണ്ടോ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നേരത്തെ ഇട്ടിരുന്ന നമ്മൾ കണ്ട വസ്ത്രം അല്ലാതെ വേറെ നിറത്തിലുള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ട് വന്നാലും നമുക്ക് ആളെ തിരിച്ചറിയാൻ പറ്റും. കാരണം നമ്മൾ പല പ്രാവശ്യം വരെ കാണുന്നു. ഇത്തബഅ ഖുർആനിൽ 1140 പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുണ്ട്. 10 പ്രാവശ്യം ഖുർആൻ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1400 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. നമ്മൾ എപ്പോഴും കാണുന്ന അയൽവാസിയെ കണ്ടാൽ നമുക്ക് എവിടെ ചെന്നാലും
അറിയാമല്ലോ എന്നതുപോലെ. അതുകൊണ്ട് ഇത്തബ പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇത്തബ പറഞ്ഞു നോക്കുക. ഇത്തബ, ഇത്തബഉ, ഇത്തബഅ, ഇത്തബഉ, ഇത്തബഅത, ഇത്തബഅതും. പറയണോ? ഇത്തബഅതു, ഇത്തബഅന. പറഞ്ഞോ. ഇത്തബഅതു, ഇത്തബഅന. യത്തബി, യത്തബിയൂന, തത്തബിയു, തത്തബിയൂന, അത്തബിയൂന, അത്തബിയു. ഇത്തബി, ഇത്തബിയു. ലാ തത്തബി, ലാ തത്തബിയു. മുത്തബിയുൻ, മുത്തബഉൻ, ഇത്തിബാഉൻ. ആ പിന്നെ ഇത്തബഅത്, മുത്തബിഉൻ, ഹിയ മുത്തബഉൻ, തത്തബി. ഇത്തിബാഉൻ, ഹിയ ഇത്തബഅത്. ഹിയ അറിഞ്ഞിട്ട് ഈ പറയേണ്ടതില്ല. കാരണം ഈ വരുമ്പോഴത്തേക്ക് ഈ ഉച്ചാരണം ഇല്ല. ഇവിടെ നമ്മൾ മനസ്സിലായി, അവിടെ ഹംസ് ഇല്ല കേട്ടാ. അതുകൊണ്ടാണ് ഫ ചേർന്ന് വരുമ്പോ ഫത്തബിഉ എന്നാണ് വരിക. അതേപോലെ വാ ചേർന്ന് വരുമ്പോ വത്തബഅ മില്ലത ഇബ്രാഹീം. വത്തബഅ വ ഇത്തബഅ എന്നല്ല പറയുക, വത്തബഅ. ഹംസ് ഇല്ല, ചേർത്ത് വായിക്കുമ്പോ വത്തബഅ ആണ് പറയുക. അപ്പൊ ഹിയ വന്നാല് ഹിയത്തബഅത്, ഹിയ തത്തബിഉ. വേറൊരാൾ പറയും. എല്ലാരും ഇല്ലേ? എല്ലാരും പോയാ? ഉറക്കം പിടിച്ചോ? ഞാൻ പറയട്ടെ. തബഅതും, തബഅതു, തബഅന. യത്തബിയു, യത്തബിയൂന, തത്തബിയു, തത്തബിയൂന, അത്തബിയൂൻ, അത്തബിയു. ഇത്തബിയ, ഇത്തബിയു. ലാ തത്തബിയ, ലാ തത്തബിയു. മുത്തബിയുൻ, മുത്തബഉൻ, ഇത്തിബാഉൻ. ഹിയത്തബഅത്, ഹിയ തത്തബിയു. യത്തബഅത്, ഹിയ തത്തബിഉ. അങ്ങനെയാണെങ്കിൽ ഇത്തഖദ പറഞ്ഞു നോക്കുക. ഇത്തഖദ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു. ഇത്തഖദ, പറഞ്ഞോ. ഇത്തഖദു. ഇത്തബ നോക്കിയിട്ട് ഇത്തഖദ പറഞ്ഞാൽ മതി. اتخذ اتخذوا اتخذت اتخذ اتخذوا اتخذت اتخذتم اتخذت اتخذنا يتخذ يتخذون تتخذوا تتخذون اتخذون اتخذوا اتخذ اتخذوا لا تتخذ لا تتخذوا متخذ متخذ اتخاذ هي اتخذت هي تتخذ. വേഗത്തിൽ പറഞ്ഞു. സുറ ഒരാൾ പറയും. ആരും കാണില്ല പറഞ്ഞു. കാണുന്നുണ്ട്. എല്ലാരും ഉണ്ട് സംഭവം. اتخذ اتخذوا اتخذت اتخذتم اتخذت اتخذ اتخذوا اتخذت اتخذتم ഇത്തഖത്താന്ന് അറിയണ്ടേ? അങ്ങനെ അറിയണ്ടേ? ഇത്തഖൽത. ദാൽ എന്താണ്? ദാല് സുക്കൂൻ വരുമ്പോ ദാല് ഹ്രസ്വമാക്കിയാണ് പറയേണ്ടത്. ഇത്തഖൽത, ഇത്തഖൽതും. ദാലാണ് ദാ പുള്ളിയുള്ളതാ. ഇത്തഖൽത, ഇത്തഖൽതും. കേട്ടാ? പറഞ്ഞോ. اتخذ اتخذوا اتخذت اتخذتم اتخذتوا اتخذنا اتخذنا يتخذ يتخذون تتخذ تتخذون اتخذ نتخذ اتخذت اتخذ اتخذوا لا تتخذوا متخذة മുത്തഖിദുൻ കസ്റുള്ള വാക്കാക്കി പറയേ. متخذ متخذ اتخاذ هي اتخذت هي تتخذ. اوكي. اتخذ اتخذوا اتخذت اتخذتم اتخذت اتخذنا يتخذ يتخذون تتخذ تتخذون اتخذون اتخذوا اتخذ اتخذوا لا تتخذ لا تتخذوا متخذ 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 اتخاذ هي اتخذت هي تتخذ. ഓക്കെ. ഇതിപ്പോ തന്നെ പഠിച്ചു വെച്ചോണം. നമ്മൾ ഇതങ്ങോട്ട് കോഴ്സ് തീരും ഉടനെ തന്നെ ആയിരിക്കും പരീക്ഷ. പിന്നെ നോക്കാൻ ഒരുപാട് സമയമൊന്നുമില്ല. കാരണം റമദാനിൽ നമ്മൾ ഒരുപാട് വായിക്കാനും പഠിക്കാനൊക്കെ പറഞ്ഞു. റമദാനിൽ തൊട്ട് നോക്കിയില്ല. റമദാൻ ഒരുപാടെണ്ണം തൊട്ടില്ലേ? അപ്പോ ഇതെന്ത് ചെയ്യണം? ഇത് പഠിച്ചു വെച്ചോണം. നമ്മള് അപ്പൊ ഈ 91 യൂണിറ്റ് വരെയാണ് നമുക്ക് പഠിക്കേണ്ടത്. നാസിയാത്തിന്റെ ഈ പറഞ്ഞ ഇത്രയും ഭാഗം വരെയാണ് പ്ലാറ്റിനത്തിന് പഠിക്കേണ്ടത്. പ്ലാറ്റിനത്തിന്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ആ ഡേറ്റ് ഒന്നുകൂടെ നിങ്ങൾക്ക് ഫോർവേഡ് തരാം.
ആ ഡേറ്റിൽ തന്നെയായിരിക്കും നിങ്ങളെയും പരീക്ഷ. ഇതിനിടയ്ക്ക് 1-2 ആഴ്ച നമുക്ക് ഒരാഴ്ച റിവിഷൻ ഉണ്ടാവും. എത്ര സമയമാണോ ഉള്ളത് അത്ര സമയം റിവിഷൻ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കഴിഞ്ഞ ഉടനെ പരീക്ഷ. ആ റിവിഷന്റെ കൂടെ ക്ലാസ് ഉണ്ടാവൂലേ? അടുത്ത പ്രാവശ്യം ക്ലാസ് ഉണ്ട്. ക്ലാസ് എന്ന് പറഞ്ഞാൽ ആഴ്ച 1 മണിക്കൂറല്ലേ? അടുത്ത പ്രാവശ്യം ക്ലാസ് ഉണ്ട്. 91 വരെയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. അടുത്ത പ്രാവശ്യത്തെ ക്ലാസ്സിൽ എന്താ ഉള്ളത്? റിവിഷനും പിന്നെ ഗ്രാമറിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. 92 എടുക്കൂലേ? 92 ഇല്ല, 92 ഫൈനലിന്. ഓക്കെ, ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ ഖുർആന് വേണ്ടി വർക്ക് ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓരോ പടിപടിയായി ഖുർആന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കരയിൽ നിന്ന് ചെറിയ മീനുകൾ വിളിക്കുന്നതിന് പകരം ആഴത്തിലെ വലിയ വലിയ മത്സ്യങ്ങളും അതിലെ നിധികളും രത്നങ്ങളും വൈഢൂര്യവും ഒക്കെ എടുക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആനിൽ ഒരുപാട് നിധികൾ, ഖനിജങ്ങളുണ്ട്. ഖുർആൻ ഏത് രീതിയിൽ ഖുർആനോട് നമ്മൾ സമീപിക്കുന്നു അതാണ് ഖുർആൻ തരുന്നത്. ഖുർആൻ വായിച്ചുകൊണ്ടാണ് കൂലി കിട്ടാനുള്ള പ്രതീക്ഷിക്കുന്നതെങ്കിൽ 1-ന് 10 കൂലി കിട്ടും. ഖുർആനിൽ ചിന്തിച്ചുകൊണ്ടാണ് കൂലി കിട്ടേണ്ടതെങ്കിൽ 1-ന് 700 കൂലി കിട്ടും. അങ്ങനെ എത്രത്തോളം ആത്മാർത്ഥമായതിൽ നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നു അതനുസരിച്ച് അതിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ, വിവരങ്ങൾ, ഫിലോസഫികൾ, തത്വജ്ഞാനങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കുന്നു. അങ്ങനെയുള്ള തത്വജ്ഞാനങ്ങൾ കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹ് നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഈ സമയം മുഖേന സ്വർഗത്തിൽ അല്ലാഹ് ഉന്നതമായ പദവി നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. الى اللقاء باذن الله والسلام عليكم ورحمه الله. وعليكم السلام ورحمه الله وبركاته.